കണ്ടാൽ പിന്നെ കണ്ണുമടച്ചിട്ടിങ്ങനെ പാടും. പാട്ടവും മാലിന്യവും മേശാത്ത വിശ്വാസ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിനും യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു പുത്തൻ ബന്ധങ്ങളുടെ രൂപീകരണത്തിനും നമുക്ക് ആത്മപരിശോധന ആവശ്യമല്ലേ? ഇങ്ങനെ പോയാൽ ഗതിയെന്താകും? നമ്മുടെ കുട്ടിയോടെങ്ങോട്ടാകും? തലമുറ തലമുറ കൈമാറിയ സുവിശേഷത്തെ ഓർക്കുക നിങ്ങൾ. വിശുദ്ധിയോടെ വേർപാടോടെ സേവിച്ചിടുക മുൻപത്തെ പോൽ. ഇവിടെ കാണും ലോകമതൊന്നും യോഗ്യമതല്ല സോദരന്മാരെ. ഇവിടെ കാണും ലോകമതൊന്നും യോഗ്യമതല്ല സോദരന്മാരെ. വരുവാനുള്ള ലോകത്തെ നാം നോക്കി പാർക്കാം നിത്യതയോളം. വരുവാനുള്ള ലോകത്തെ നാം നോക്കി പാർക്കാം നിത്യതയോളം. പ്രിയ ദൈവജനമേ, ഭൂമിക്കൊരു അച്യുതനുള്ളത് പോലെ നമ്മുടെ കർത്താവിൽ കേന്ദ്രീകൃതമാകണം ഓരോ വിശ്വാസിയുടെയും ഈ ലോക ജീവിതം. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒരു തുള്ളി വെള്ളം പതിച്ച് അത് അപ്രത്യക്ഷമാകുന്നത് പോലെ നൈമിഷികമാണ് ഈ ലോകവാസം. ഈ സത്യം നാം പലപ്പോഴും വിസ്മരിക്കുന്നു. ധനത്തിന്റെയും മാനത്തിന്റെയും കാവൽക്കാരും കാര്യവിചാരകരും മാത്രമാണ് നമ്മൾ. നമ്മുടെ ആയുസ് 70 ഏറിയാൽ 80. നമ്മുടെ സംവത്സരങ്ങളെ ഒരു നെടുമുരുക്ക് പോലെ കഴിക്കുകയും പറന്നു പോവുകയും ചെയ്യേണ്ടിവരാണ് നമ്മൾ. നമ്മുടെ സൃഷ്ടാവിനെ ആരാധിച്ച് ദൈവിക കൃപയിൽ ജീവിച്ച് ഈ നശ്വര ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് അനശ്വരമായ ലോകത്തിലേക്ക് പറന്നു പോകാൻ ഇറങ്ങിയവരാണ് നമ്മൾ എന്ന സത്യം മനസ്സിലാക്കുകയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി ആധുനികതയ്ക്കും ഡിജിറ്റൽ വിപ്ലവത്തിനും പിറകെ പോകാതെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരു ജീവിതം നയിച്ച് നമ്മുടെ തലമുറകളുമായി യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകകളായി നമ്മുടെ നാഥന്റെ കാഹളധ്വനിക്കായി കാത്തിരിക്കാം.